ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാലം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാംജി. പ്രധാന വാർത്തകൾ. അച്ചൻകോവിൽ ചെമ്പനരുവി സ്വദേശികളെ ആനക്കൊമ്പുമായി തമിഴ്നാട് അതിർത്തിയിൽ വനപാലകർ പിടികൂടി. ആനക്കൊമ്പ് ജീപ്പിന്റെ ബോണറ്റിൽ ഒളിപ്പിച്ച നിലയിൽ. കാട്ടുപന്നി നാട്ടിലിറങ്ങി ഓട്ടോ കണ്ട് ഭയന്നോടി വീട്ടിനുള്ളിൽ കയറി. പന്നിയെ ഗൃഹനാഥൻ കിടപ്പുമുറിയിൽ കുടുക്കി. ഗുണനിലവാരമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. അച്ചൻകോവിൽ ആനക്കൊമ്പുമായി 3 പേർ വനംവകുപ്പിന്റെ പിടിയിൽ. അച്ചൻകോവിൽ ചെമ്പനരുവി സ്വദേശികളാണ് പിടിയിലായത്. ശനിയാഴ്ച വരെ കോടതിയിൽ ഹാജരാക്കും.
അച്ചൻകോവിൽ സ്വദേശികളായ മോഹനൻ, ബിനോയ്, ചെമ്പനരുവി സ്വദേശി സോണി എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 6-ാം തീയതി അച്ചൻകോവിൽ കല്ലാർ അമ്പറ റേഞ്ചിൽ 13 വയസ്സുള്ള ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ആനയുടെ കൊമ്പ് മുറിക്കപ്പെട്ട നിലയിൽ ആയതിനാൽ അച്ചൻകോവിൽ DFO അനിൽ ആന്റണിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ DFOയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അച്ചൻകോവിൽ കോട്ടവാസൽ ചെക്ക് പോസ്റ്റിൽ വെച്ച് KL2D 4219 എന്ന നമ്പറുള്ള ജീപ്പിന്റെ ബോണറ്റിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെടുക്കുകയും 3 പേരെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. 80-81 സെന്റിമീറ്റർ നീളവും 23.5-24 സെന്റിമീറ്റർ ചുറ്റുവണ്ണവുമുള്ള 2 കൊമ്പുകളാണ് കണ്ടെടുത്തത്. പ്രതികളെ ശനിയാഴ്ച വനംവകുപ്പ് കോടതിയിൽ ഹാജരാക്കും. അച്ചൻകോവിൽ DFO അനിൽ ആന്റണി, ഇന്റലിജൻസ് സെൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സന്തോഷ്, റേഞ്ച് ഓഫീസർ SV വിനോദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ചിതറയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. മടത്തറ മേലേമുക്ക് സ്വദേശി ഷിജു എബ്രഹാമാണ് അപകടത്തിൽ മരിച്ചത്. ചിതറ തുമ്പമൺതുടിക്ക് സമീപം കഴിഞ്ഞ ദിവസം 3 മണിയോടെയായിരുന്നു അപകടം. മടത്തറ മേലേമുക്ക് ചരിവിള പുത്തൻ വീട്ടിൽ രാജുവിന്റെ മകൻ ഷിജു എബ്രഹാമാണ് മരിച്ചത്. ഷിബുവിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഒഴുകുപാറ സ്വദേശി സലീം, ബൈക്ക് യാത്രികനായ വളവുപച്ച സ്വദേശി ഷാജഹാൻ എന്നിവരെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 1 മാസം മുൻപാണ് ഷിജു വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. അപകടത്തെ തുടർന്ന് റോഡിൽ തെറിച്ചു വീണ ഷിജു തൽക്ഷണം മരിക്കുകയായിരുന്നു. ഷാജഹാന്റെ പരിക്കുകൾ ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മയിലാടുംപാറയിലെ സുചിത്രയുടെ ദുരൂഹമരണം ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. ഇത് സംബന്ധിച്ച് കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്ന് ദ്രാവിഡ രക്ഷാസമിതി സംസ്ഥാന ചെയർപേഴ്സൺ രമണി സതീശൻ. 16-കാരിയായ സുചിത്രയുടെ മരണത്തിൽ അന്വേഷണം നടത്താൻ തയ്യാറാകാതെ ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നതെന്നും രമണി സതീശൻ കൂട്ടിച്ചേർത്തു. പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെങ്കിൽ അതിലേക്ക് നയിച്ച കാരണങ്ങൾ അന്വേഷിക്കണം. കുറ്റാരോപിതരായവരെ പോലീസ് ചോദ്യം ചെയ്യാത്തതിലും ദുരൂഹതയുണ്ടെന്നും ദ്രാവിഡ രക്ഷാസമിതി നേതാവ് പറഞ്ഞു. സുചിത്രയുടെ മരണം സംബന്ധിച്ച് സംശയാസ്പദമായ ഒരു സാഹചര്യം ഉടലെടുക്കുകയും ആ സാഹചര്യം എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള മനസ്ഥിതി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടാകാതിരിക്കുകയും ഈ ദുരൂഹ സാഹചര്യം അന്വേഷണ വിധേയമായി കണ്ടുപിടിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുന്നതിന് ശ്രമിക്കാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിതാവായ ചന്ദ്രബോസിനെ മഹസർ റിപ്പോർട്ടും മറ്റ് ഇതിൻ്റെ ഒറിജിനൽ റെക്കോർഡുകളൊക്കെയും കാണിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പകരം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ പിതാവിൻ്റെ പുത്രനായ ബന്ധുവിനെ ഈ റെക്കോർഡ് ഏൽപ്പിക്കുകയും FIRന്റെ കോപ്പിയും മഹസർ റിപ്പോർട്ടും ഏൽപ്പിക്കുകയും പിതാവിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്തതിൽ ദുരൂഹത കാണുകയാണ്. കുട്ടി തൂങ്ങി നിന്ന ആ കണ്ടീഷൻ നമ്മൾ പരിശോധിച്ചാൽ അന്നേ ദിവസം മാതാവായ സുശീല 6:30 മണി സമയം ഈ മഹസർ റിപ്പോർട്ട് കൈപ്പറ്റിയ പുഷ്പരാജൻ എന്ന് പറയുന്ന ജ്യേഷ്ഠ സഹോദരൻ 6:30 മണി സമയം രാവിലെ കോഴഞ്ചേരിയിൽ നിന്നും മയിലാടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ മരണം കൃത്യമായി ഏത് സമയത്ത് സുശീല സ്ഥിരീകരിച്ചു, സുശീല അറിഞ്ഞു. നമുക്കറിയാം ജൂൺ മാസത്തെയും മെയ് മാസത്തിലെയും കാലാവസ്ഥ. 5:30 മണി സമയത്ത് രാത്രിയുടെ അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിൽ 5-നും 5:30-ക്കും ഇടയിലുള്ള ഈ സമയം കൃത്യമായും 500 മീറ്ററോളം അകലെയുള്ള പാറയിടുക്കിൽ തന്റെ മകൾ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായി സുശീല എങ്ങനെ അറിഞ്ഞു? ആരാണ് ആദ്യമായി ഈ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ കുട്ടിയെ കണ്ടത്? സുശീലയുടെ ഫോണിലേക്ക് മെയ് 31-നും ജൂൺ 1-ാം തീയതി രാവിലെ 5-ന് മുമ്പും വന്ന ഫോൺ കോളുകൾ ആരുടെയൊക്കെ ആയിരുന്നു? ഈ വീട്ടിൽ സ്ഥിരതാമസക്കാരനായ പല ബന്ധുക്കളുടെ വീടുകളിലും കൂടെ മകനായും മരുമകനായും ഒക്കെ പരിചയപ്പെടുത്തി കൂടെ കൊണ്ടു നടന്ന രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരൻ ഈ കുട്ടിയുടെ മരണസമയത്ത് സ്ഥലത്തില്ലായിരുന്നു. അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ആ അപ്രത്യക്ഷനായതിൻ്റെ യാഥാർത്ഥ്യം ഈ മരണവുമായി ഇണക്കി നാം ചിന്തിച്ചാൽ രഞ്ജിത്തും സുശീലയും അറിയാതെ
ഈ 16 വയസ്സുള്ള സുചിത്ര എന്ന കുട്ടി മരിക്കത്തില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇടമുളയ്ക്കൽ ജവഹർ ഹൈസ്കൂളിന് സമീപം അപകടങ്ങൾ കുറയ്ക്കാൻ സ്റ്റോപ്പ് ബാരിയറുകൾ സ്ഥാപിക്കുന്നതിന് നടപടിയായി. ഇതിന്റെ പണികൾ ആരംഭിച്ചതായി അഞ്ചൽ SI CK മനോജ് അറിയിച്ചു. ഇടമുളയ്ക്കൽ ജവഹർ ഹൈസ്കൂളിന് സമീപം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്റ്റോപ്പ് വാരിയർ സ്ഥാപിക്കാൻ നടപടിയായത്. സ്കൂളിലേക്ക് കുട്ടികൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇവിടെയുള്ളത്. തിരക്കുള്ള സമയങ്ങളിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ലൈവ് വാർത്ത നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ നടപടി സ്വീകരിച്ചത്. അപകടങ്ങൾ നിയന്ത്രിക്കുവാനുള്ള സ്റ്റോപ്പ് വാരിയറിന്റെ നിർമ്മാണം ആരംഭിച്ചതായി അഞ്ചൽ പോലീസ് സബ് ഇൻസ്പെക്ടർ CK മനോജ് അറിയിച്ചു. PWD നമ്മൾ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ ആ സ്കൂളിൻ്റെ അടുത്തായിട്ട് സ്റ്റോപ്പ് ബാരിയർ സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ മാസം തന്നെ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9447255870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, കൊട്ടാരക്കര, ആയൂർ, പുനലൂർ. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. പെൺമനസ്സിനെ തൊട്ടു തഴുകുന്ന അതിവിശാലമായ ബ്രൈഡൽ കളക്ഷൻ. സംഗീതമൊഴുകുന്ന ശ്രുതിമാധുര്യത്തോടെ കനകവർണ്ണത്തിൽ ചാലിച്ചെഴുതിയ സ്വപ്നചിത്രം ഇനി നിങ്ങൾക്കും സ്വന്തം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ
916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാൻ ഏറ്റവും പുതിയ ഡയമണ്ട് കളക്ഷൻസ്. ഇടിമണ്ണിക്കൽ സ്വർണം വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുതറ, ചിറ്റാർ. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. കാട്ടിൽ നിന്നെത്തിയ പന്നി വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. വീട്ടുകാർ പരിഭ്രാന്തിയിൽ ഇറങ്ങിയോടി. ഗൃഹനാഥൻ പന്നിയെ കിടപ്പുമുറിയിൽ പൂട്ടി. ഉറുകുന്ന നേതാജി ജംഗ്ഷനിൽ മൊയ്തീൻ കണ്ണർ റാവുത്തറുടെ വീട്ടിലാണ് രസകരമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഉറുകുന്നു നേതാജി ജംഗ്ഷൻ കമ്പലൈൻ വീട്ടിൽ മൈദീൻ റാവുത്തിന്റെ വീട്ടിലേക്കാണ് കാട്ടുപന്നി ഓടിക്കയറിയത്. വനാതിർത്തിയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുള്ള ഉറുകുന്നു നേതാജി ജംഗ്ഷനിലേക്ക് വന്ന 2 കാട്ടുപന്നികളിൽ ഒരെണ്ണമാണ് ഓട്ടോറിക്ഷ കണ്ട് ഭയന്ന് വീട്ടിലേക്ക് ഓടിക്കയറിയത്. പന്നി കയറി വന്നതോടെ മൈദീനും കുടുംബവും ഹാളിൽ നിന്നും ഇറങ്ങി ഓടി. വീട്ടിലെ കിടപ്പുമുറിയിലേക്ക് പാഞ്ഞു കയറിയ പന്നിയെ വീട്ടുകാർ മുറിക്കുള്ളിൽ ഇട്ട് പൂട്ടുകയായിരുന്നു. തുടർന്ന് വനപാലകരെ വിവരമറിയിച്ചു. സംഭവം അറിഞ്ഞതോടെ പ്രദേശവാസികൾ മൈദീന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. അരമണിക്കൂറിന് ശേഷം തെന്മല പോലീസ് എത്തി പന്നിയെ തുറന്നുവിടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. പന്നിയെ തുടർന്നു വിടുന്നത് സുരക്ഷിതമല്ലെന്നും കൂട് ഉപയോഗിച്ച് പന്നിയെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിനിടെ വനപാലകർ സ്ഥലത്തെത്താത്തതിൽ നാട്ടുകാർ രോഷാകുലരായി. ഒടുവിൽ 2 മണിക്കൂറിന് ശേഷം സ്ഥലത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. വീടിന്റെ പരിസരത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം പ്രദേശവാസികളെ ഒഴിപ്പിച്ച ശേഷം പന്നിയെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വനപാലകർ തുറന്നുവിട്ടു. പന്നി വനത്തിലേക്ക് ഓടുന്ന കാഴ്ച നാട്ടുകാർ അമ്പരപ്പോടെയാണ് നോക്കിനിന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം കിഴക്കൻ മേഖലയിൽ എല്ലാ പരിധികളും ലംഘിച്ചിട്ടും വനം വകുപ്പ് ചെറുവിരൽ പോലും അനക്കാത്തതിൽ രോഷാകുലരാണ് നാട്ടുകാർ. ഇവർ പ്രതിഷേധവും അറിയിച്ചു. 3-4 ദിവസത്തേക്ക് മുമ്പ് ഒരു 4:30 മണിയായപ്പോൾ ഇതിന് ഒരു 1/2 കിലോമീറ്റർ മേളിൽ റെയിൽവേ ആ റോഡിൻ്റെ ഭാഗത്ത് ആ വലിയ ആന ഇറങ്ങി. നാട്ടുകാരും ഫോറസ്റ്റുകാരെല്ലാം അവിടെ വന്ന് ഓടിച്ചു. പകല് പോലും വീട്ടിനുള്ളിൽ പോലും ഇരിക്കാനൊക്കത്തൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുക. അവിടെ പന്നി ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പോൾ 1 മണിക്കൂറായി ഞങ്ങളെല്ലാം ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോഴാണ് 2 പന്നികളിങ്ങനെ ഓടി വന്ന് അത് ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു ആട്ട വന്നതുകൊണ്ട് ഇതിന് 2 കൂട്ടം തെറ്റി ഒരെണ്ണം ഒരു വീട്ടിനകത്ത് കയറി. ആ വീട്ടിൻ്റെ സിറ്റൗട്ടിലാണ് എപ്പോഴും 4-5 പിള്ളേരും ആൾക്കാരും പെണ്ണുങ്ങളും എല്ലാം അവിടെ ഇരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാനെ കൊണ്ടുവന്ന മാതാപിതാക്കൾ, പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എല്ലാവരും ഈ റോഡിൽ നിൽക്കുമ്പോഴാണ് ഈ പന്നി ഓടി വന്ന് പരിക്കാത്ത കയറി. ജീവരക്ഷാർത്ഥം അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരെ കഥവം കടച്ചു. അങ്ങനെ ഫോറസ്റ്റുകാരെ വിളിച്ച് ഫോറസ്റ്റുകാർ വരാൻ 1 മണിക്കൂർ വൈകി. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമായി വട്ടവൺ മായിക്കൽ റോഡ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വട്ടമൺമാറിലെ വട്ടമൺ മായിക്കൽ റോഡാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. റോഡ് പൂർത്തിയാക്കി നൽകുമ്പോൾ ജനങ്ങൾക്കൊരു ജാഗ്രത. ഇനി 5 വർഷത്തേക്ക് ഈ പുതിയ റോഡിന് മെയിൻ്റനൻസ് ഇല്ല എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ട് അതിന് ആണ്ടുതോറും മെയിൻ്റനൻസ് ഇല്ല. അതുകൊണ്ട് റോഡ് ചെയ്ത് ഞങ്ങൾ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ തടി ഇറക്കി ചെറിയ ഭാഗത്ത് എന്തോ കേടുപാട് സംഭവിച്ചിട്ടുള്ളതായി നമ്മൾ അറിയും. അടുത്ത ദിവസം തന്നെ സെക്രട്ടറി വന്ന് നോക്കിയിട്ട് നോട്ടീസ് കൊടുത്ത് ആ എന്തെങ്കിലും നാശം വരുത്തിയ ഭാഗം പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി എടുക്കുകയും അതിനുശേഷം മാത്രമേ അത് നാശപ്പെടുത്തിയിട്ടുള്ള ആളുകൾ പോകാൻ അനുവദിക്കൂ എന്നൊരു നിലപാട് നിങ്ങളും സ്വീകരിക്കണം. അല്ലെങ്കിൽ റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ ഒരു തകർച്ചയും ആരംഭിക്കുന്നു എന്നുള്ളൊരു സ്ഥിതി. കാൽനട പോലും ദുഷ്കരമാവിധം തകർന്ന നിലയിലായിരുന്നു റോഡ്. ഇത് സഞ്ചാരയോഗ്യമാക്കണമെന്ന പ്രദേശവാസികളുടെ നീണ്ടനാളത്തെ ആഗ്രഹമാണ് സഫലീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയാണ് റോഡ് നവീകരണത്തിനായി അനുവദിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. സരോജാദേവി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രജനി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. പ്രദീപ്, അനി ജെ ബാബു, R. രജനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കലാ ക്രിക്കറ്റ് ലീഗിന്റെ ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു.
വെള്ളിയാഴ്ച വൈകിട്ട് പുനലൂർ നഗരസഭാ സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർമാൻ എം.എ. രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. കലാ ക്രിക്കറ്റ് ക്ലബ്ബ് സെക്രട്ടറി C.R. അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അടുത്തുള്ള പ്രദേശത്ത് ഇത്രയും സൗകര്യപ്രദമായ ഒരു സ്റ്റേഡിയം ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും സ്ഥലം കിട്ടുകയാണെങ്കിൽ നഗരസഭ അടുത്ത കൗൺസിൽ പീരീഡിലെങ്കിലും ഇത് 400 മീറ്റർ ട്രാക്ക് ആക്കാൻ നോക്കും. പ്രത്യേകിച്ചും പുനലൂരിലൊക്കെ പേരുകളെടുത്ത് പറയുകയാണെങ്കിൽ പലരും ഏഷ്യൻ ഗെയിംസിൽ വരെ പോയി വെള്ളി മെഡൽ വരെ നേടി വന്നിട്ടുള്ള വ്യക്തികളുണ്ട്. അന്തരിച്ചു പോയതാണെങ്കിലും ശ്രീ ഗംഗാധരൻ സാറിനെ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റത്തില്ല. നടത്ത മത്സരത്തിൽ 2ാം സമ്മാനം വെള്ളി മെഡൽ നേടിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ടിജു രാജു എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അഖിൽ അശോക് ശരീര സൗന്ദര്യ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ശ്രീ മുഹമ്മദ് ബുക്കാരി. അപ്പം ഒരുപാട് കായിക താരങ്ങൾ ഇവിടെ ഈ പുനലൂരിൻ്റെ മണ്ണിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവരെയൊക്കെ ചെത്തിമിനുക്കി രംഗത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ കൊല്ലം ജില്ലയ്ക്ക് തന്നെ അതൊരു അഭിമാനകരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കോച്ചിംഗ് ക്യാമ്പ് അംഗങ്ങൾക്ക് അവാർഡ് താലൂക്ക് സമാജം പ്രസിഡന്റ് NB ജോൺ വിതരണം ചെയ്തു. അനന്തു എം, സിയാദ്, അജിത്ത്, ജിഷ്ണു, അഭിജിത്ത്. പഠനോപകരണ വിതരണം കലാ ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് G. രഞ്ജിത്ത് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് P.A. അനസ്, അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ, അശോക് P. വിക്രമൻ, വസന്ത രഞ്ജൻ, മിനി മധുകുമാർ, ജിജി കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗുണനിലവാരമുള്ള ഭക്ഷ്യസാധനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ അനുവദിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കമുകഞ്ചേരിയിൽ പുതുതായി അനുവദിച്ച സപ്ലൈകോ മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വില നിലവാരത്തെ നിയന്ത്രിച്ചു നിർത്തുവാൻ ഇന്ന് ഗവൺമെന്റിന്റെ പൊതുവിതരണ സംവിധാനങ്ങൾ വഴിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തൂടെ നടക്കുന്നു. അത് വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിലെങ്കിലും നമുക്ക് നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു പുതിയ മാവേലി സ്റ്റോർ വരികയും കൂടുതൽ പൊതുവിതരണ സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വിലക്കയറ്റത്തിനുള്ള ശാശ്വത പരിഹാരമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അത് ഒരു നിയന്ത്രണം മാത്രമാണ്. ശാശ്വതമായ പരിഹാരം എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പൂഴ്ത്തിവയ്പ്പിനും കരിഞ്ചന്തയ്ക്കും റേഷൻ അരി കടത്തിനുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കല്ലടയാറിന് കുറുകെയുള്ള 5ാമത്തെ പാലം എലിക്കാട്ടിൽ ഉടൻ നിർമ്മിക്കുമെന്ന് MLA അധ്യക്ഷ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. പറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിരൺ K. കൃഷ്ണ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ JC തോമസ്, R. ശ്രീനിവാസൻ, റഷീദാമൾ, ശരള PS, പുരുഷോത്തമൻ പിള്ള, സത്യാനന്ദൻ, SFCK ചെയർമാൻ C. മോഹനൻ പിള്ള, ചിരട്ടക്കോണം സുരേഷ്, സപ്ലൈകോ റീജിയണൽ മാനേജർ ഷാദക്ഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വെഞ്ചേമ്പ് മാർക്കറ്റിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹന സ്വീകരണവും സംഘടിപ്പിച്ചു. KN ബാലഗോപാൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച മാർക്കറ്റുകളിൽ ഒന്നായിരുന്ന വെഞ്ചേമ്പ് മാർക്കറ്റ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പുനഃപ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ പരിമിതികളിൽ നട്ടം തിരിയുകയായിരുന്ന മാർക്കറ്റിനെ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ മാർക്കറ്റാക്കി ഉയർത്തുന്നതിന് ജില്ലാ പഞ്ചായത്തിനെ സമീപിക്കുകയും 15 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. മാർക്കറ്റ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് വെഞ്ചേമ്പിൽ സംഘടിപ്പിച്ചത്. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. സരോജാദേവി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ UK ഷാനവാസ് ഖാൻ സ്വാഗതം പറഞ്ഞു. KN ബാലഗോപാൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടുത്തെ മാർക്കറ്റിന്റെ നവീകരണത്തോടുകൂടി ജംഗ്ഷൻ വളരെ സ്ഥലപരിമിതിയേറെയുള്ള സ്ഥലമാണ്. ഈ സ്ഥലപരിമിതിയുള്ള സ്ഥലത്ത് ധാരാളം ജനങ്ങൾ പാർക്കുന്ന, ഗ്രാമീണ ജനത ഏറെയുള്ള, കാർഷിക മേഖലയിൽ പ്രാധാന്യമുള്ള ഈ സ്ഥലത്ത് കൂടുതൽ വികസനം എത്തുവാൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റിന്റെ നവീകരണം സഹായിക്കട്ടെ. ചടങ്ങിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു പൊന്നാട അണിയിച്ച് ആദരിച്ചു.
ഡിഗ്രി പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ പുനലൂർ SN കോളേജ് വിദ്യാർത്ഥി ആര്യ ജയരാജിനെ ഫാമിംഗ് കോർപ്പറേഷൻ MD C മോഹനൻ പിള്ള ആദരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G സുരേഷ് കുമാർ അനുമോദിച്ചു. മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S പ്രദീപ് ചന്ദ്രൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ R രജനി, അനി ജെ ബാബു, ശോശാമ ഉമ്മൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S പ്രദീപ്, ശാന്തമ്മ രഞ്ജൻ, MA ജലീൽ, B ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MPA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. മുക്കടവ് ഭാഗത്ത് കല്ലടയാറ്റിൽ മരിച്ചു കിടന്ന വീട്ടമ്മയെ തിരിച്ചറിഞ്ഞു. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് പാലവിള വീട്ടിൽ സലീന ബിവിയാണ് മരിച്ചത്.
കല്ലടയാറ്റിൽ കണ്ടെത്തിയ വീട്ടമ്മയുടെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിൽ പാലവള വീട്ടിൽ അബ്ദുൾ അസീസിന്റെ ഭാര്യ സലീല ബീവിയുടെ മൃതദേഹമാണെന്നാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. 4 ദിവസം മുമ്പ് കൊട്ടാരക്കരയിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഇവരെ കാണാതാവുകയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്താണ് മുക്കടവ് ആറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് അന്വേഷണത്തിന് ചുമതലയുള്ള കൊട്ടാരക്കര CI മനോജ് ചന്ദ്രൻ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യവും മൃതദേഹം കല്ലടയാറ്റിൽ കാണപ്പെട്ടതുമായ സംഭവങ്ങൾ വിശദമായി അന്വേഷിക്കുമെന്നും CI അറിയിച്ചു. ഹാരിസ്, റജീന, നിഷ ഷാഹൽ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വായനാ ദിനത്തിന്റെ ഭാഗമായി പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വായന മലയാളികളിൽ നിന്നും മന്യമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ 50 NSS വളണ്ടിയർമാർ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച 3000 പുസ്തകങ്ങളാണ് പ്രദർശനത്തിനായി തയ്യാറാക്കിയത്. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് S മിനിയുടെ അധ്യക്ഷതയിൽ പത്തനാപുരം താലൂക്ക് സമാജം പ്രസിഡന്റ് NP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ഈ കേരളത്തിന്റെ ചരിത്രം പറയുന്നത് 15ാമത്തെ വയസ്സിൽ യോഗക്ഷേമ സഭയുടെ സെക്രട്ടറിയായ ചാർജിൽ തൃശ്ശൂർ ലാംബീസിൽ ചേരുമ്പോൾ സെക്രട്ടറിക്ക് യോഗത്തിന്റെ നോട്ടീസ് അയക്കണം. യോഗം കേരളത്തിൽ സ്വാഭാവികമായി നോട്ടീസ് അയക്കുക, അതിന്റെ മിനിറ്റ്സ് എഴുതുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ എഴുതുവാൻ അറിയില്ല. NSS പ്രോഗ്രാം ഓഫീസർ KB സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. HM B രമാദേവി, സ്റ്റാഫ് സെക്രട്ടറി ആരിഫ ബീവി, TG സുജാത, ജസ്റ്റിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അച്ചൻകോവിൽ ചെമ്പനിവി സ്വദേശികളെ ആനക്കൊമ്പുമായി തമിഴ്നാട് അതിർത്തിയിൽ വനപാലകർ പിടികൂടി. ആനക്കൊമ്പ് ജീപ്പിന്റെ ബോണറ്റിൽ ഒളിപ്പിച്ച നിലയിൽ. കാട്ടുപന്നി നാട്ടിലിറങ്ങി ഓട്ടോ കണ്ട് ഭയന്നോടി വീട്ടിനുള്ളിൽ കയറി. പന്നിയെ ഗൃഹനാഥൻ കിടപ്പുമുറിയിൽ കുടുക്കി. ഗുണനിലവാരമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.